വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സ്ലീവ് റേറ്റ് അതേപോലെ തന്നെ CMRR ഇതിൻ്റെ MCQ ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൺ A ഈക്വൽ ടു 10⁻³ A മീൻസ് ഗെയിൻ ആണ്. ഗിവൺ V2 ഈക്വൽ ടു 5 വോൾട്ട്, V0 ഈസ് ഈക്വൽ ടു -10 വോൾട്ട്. ഫൈൻഡ് ദ കോമൺ മോഡ് ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ ഓപ്പ് ആംപ് തന്നിട്ടുണ്ട്. V2 ആണ് നോൺ ഇൻവേർട്ടിംഗ് വാല്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. V1 എന്ന് പറയുന്നത് ഇൻവേർട്ടിംഗ് ആണ്. പ്ലസ് എന്ന് പറയുന്നതാണ് നമ്മുടെ നോൺ ഇൻവേർട്ടിംഗ്, മൈനസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവേർട്ടിങ്ങുമാണ്. സോ V2ഉം V1ഉം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കണം. ദെൻ നമുക്ക് Aയും V2ഉം V0ഉം ഒക്കെ തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കോമൺ മോഡ് ഇൻപുട്ട് സിഗ്നൽ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ CMRR നമ്മൾ പഠിച്ചപ്പോൾ അതിനകത്ത് നമ്മൾ ഡിഫറൻഷ്യൽ മോഡ് വോൾട്ടേജും കോമൺ മോഡ് വോൾട്ടേജും ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതിൻ്റെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ നമുക്കിവിടെ തന്നേക്കുന്ന ഡേറ്റാസ് A തന്നിട്ടുണ്ട്, V2 തന്നിട്ടുണ്ട്, V0ഉം തന്നിട്ടുണ്ട്. സോ ഞാനിവിടെ ഡിഫറൻഷ്യൽ ഗെയിൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറയുന്നത് V0/VD ആണ്. ഗെയിൻ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ബൈ നമ്മുടെ ഇൻപുട്ട് ആണല്ലോ. ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ V0 എന്ന് പറയും. ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറയുമ്പോൾ ഡിഫറൻഷ്യൽ വോൾട്ടേജ് VD അതാണ് ഇൻപുട്ട്. സോ ഇവിടുത്തെ VD മനസ്സിലാക്കണം, നോൺ ഇൻവേർട്ടിംഗ് മൈനസ് ഇൻവേർട്ടിംഗ് ആ വോൾട്ടേജ് ഡിഫറൻസ് ആണ്. സോ V0 ഈസ് ഈക്വൽ ടു V2 - V1 ആണ്. നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ V1 - V2 എന്ന് പഠിക്കും. അപ്പോൾ V1 എന്ന് പറയുന്നത് നോൺ ഇൻവേർട്ടിങ്ങിലെ വോൾട്ടേജ് ആണ് അവിടെ ഡിഫൈൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനകത്ത് V2 ആണ് പ്ലസ് വോൾട്ടേജ് ആയിട്ട് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ V2 - V1 എന്ന് VD എഴുതിയത്. അപ്പോൾ V0/V2 - V1 ആണ് എൻ്റെ AD എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് നോക്കാം. V0യുടെ വാല്യൂ -10 വോൾട്ട് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ V2 തന്നിട്ടുണ്ട് 5 വോൾട്ട്. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഗെയിനും തന്നിട്ടുണ്ട്. A ഈസ് ഈക്വൽ ടു 10⁻³ സോ നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ V0യുടെ വാല്യൂ ഞാൻ -10 കൊടുത്തു, V2ൻ്റെ വാല്യൂ 5 കൊടുത്തു, V1 അറിയില്ല, സോ -V1 ഈക്വൽ ടു, സോ നമ്മുടെ വാല്യൂ -V1 ഈക്വൽ ടു 10⁻³ അതാണ് ഗെയിൻ തന്നേക്കുന്നത്. സോ ഇതിനകത്ത് നമ്മൾ V1 സോൾവ് ചെയ്യണം. ഇതിനകത്തുനിന്ന് V1 സോൾവ് ചെയ്തെടുക്കുക. സോ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ 1/5 - V1 ഈസ് ഈക്വൽ ടു 10⁻². -10⁻² എന്ന് എഴുതാം. ഈ ഒരു മൈനസ് ക്യാൻസൽ ചെയ്തിട്ട് ഇതിനകത്തുനിന്ന് V1 സോൾവ് ചെയ്തെടുക്കുക. V1 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 5.01. ഈ ഒരു വാല്യൂ ആണ് നിങ്ങൾക്ക് V1 ആയിട്ട് കിട്ടാൻ പോകുന്നത്. V1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ 5.01 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ എനിക്ക് കിട്ടിയത് V1 ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? കോമൺ മോഡ് വോൾട്ടേജ് സിഗ്നൽ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഫൈൻഡ് ദ കോമൺ മോഡ് ഇൻപുട്ട് സിഗ്നൽ ആണ് ചോദിച്ചേക്കുന്നത്. അതായത് നമ്മുടെ VC കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. കോമൺ മോഡ് VCM അല്ലെങ്കിൽ VC എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതും പഠിച്ചതാണ്. V1 + V2/2 ഇതാണ് VC കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ. സോ V1 5.01 ആണ് പ്ലസ് V2ൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 ആണ്, /2 ചെയ്താൽ മതി. സോ നമ്മുടെ ആൻസർ എത്ര ആയിരിക്കും? ഓപ്ഷൻ B ആണ് നമ്മുടെ ആൻസർ, 5.005. അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ഇക്വേഷൻസ് മനസ്സിലാക്കണം. ഡിഫറൻഷ്യൽ ഗെയിൻ, വാട്ട് ഈസ് ഡിഫറൻഷ്യൽ ഗെയിൻ? ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ദ ഡിഫറൻസ് വോൾട്ടേജ്. അപ്പോൾ ഇവിടെ നമ്മുടെ V0 ഇതാണ് നമ്മുടെ ഡിഫറൻസ് വോൾട്ടേജ്, VD എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ V0/VD ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് AD കിട്ടും. AD ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 10⁻³ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഗെയിൻ ആണ്. സോ അത് വെച്ചിട്ട് ഞാൻ V1 കണ്ടുപിടിച്ചു. നമ്മളോട് കോമൺ മോഡ് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. കോമൺ മോഡ് വോൾട്ടേജ് കണ്ടുപിടിക്കുന്നതിൻ്റെ ആവറേജ് വാല്യൂ ആണ് V1 + V2/2. അപ്പോൾ എനിക്ക് VC കിട്ടും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ CMRR റിലേറ്റ് ചെയ്തിട്ട് പഠിച്ച ഇക്വേഷൻസ് യൂസ് ചെയ്ത് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്ലീവ് റേറ്റ് എന്നുള്ളൊരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫോർ ആൻ ആംപ്ലിഫയർ ഹാവിംഗ് എ സ്ലീവ് റേറ്റ് ഓഫ് 60 V/μs, വാട്ട് ഈസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി അറ്റ് വിച്ച് എ 20 വോൾട്ട് സൈൻ വേവ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. സോ നമുക്ക് സ്ലീവ് റേറ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് 60 V/μs ആണ്.
അതേപോലെ തന്നെ നമുക്കിവിടെ വി പി പി തന്നിട്ടുണ്ട് 20 വോൾട്ട് ആണ്. അപ്പോൾ സ്ലീവ് റേറ്റും വി പി പി ആണ് തന്നിരിക്കുന്നത്, വി പി അല്ല, പീക്ക് വാല്യൂ അല്ലെങ്കിൽ വി എം അല്ല തന്നിരിക്കുന്നത്, അതിൻ്റെ പീക്ക് ടു പീക്ക് വോൾട്ടേജ് ആണ് നമുക്ക് 20 വോൾട്ടായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് നമ്മുടെ ഫ്രീക്വൻസി വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സ്ലീവ് റേറ്റിൻ്റെ ഒരു എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 2πfm ഇൻറ്റു വി പി അല്ലെങ്കിൽ വി എം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എഫ് എം കണ്ടുപിടിക്കണം. എഫ് എം എന്ന് പറയുന്നത് എന്താണ്? സ്ലീവ് റേറ്റ് ബൈ 2π ഇൻറ്റു വി പി. സോ ഇവിടെ സ്ലീവ് റേറ്റ് തന്നിരിക്കുന്നത് നമുക്ക് 60 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ്. അപ്പോൾ ഈ വോൾട്ട് പെർ മൈക്രോ സെക്കൻഡിലുള്ളതിനെ നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 60 എന്ന് മാത്രം കൊടുത്താൽ പോരാ, ഒരു ബൈ 10⁻⁻6 എന്നും കൂടെ കൊടുക്കുക. അപ്പോൾ 60/10⁻⁻6 സ്ലീവ് റേറ്റ് കൊടുത്തു. ദെൻ നമുക്കൊരു 2π ഉണ്ട്. ദെൻ വി പി എന്ന് പറയുന്നത് വി പി പി ആണ് 20 വോൾട്ട് തന്നിരിക്കുന്നത്. സോ വി പി എത്ര ആയിരിക്കും? 10 ആയിരിക്കും. അപ്പോൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, 10 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ 60/10⁻6 ഇൻറ്റു 2π ഇൻറ്റു 10. സോ വി പിയുടെ വാല്യൂ ആണ് ഞാൻ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. സോ ഇത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എഫ് എമ്മിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ സ്ലീവ് റേറ്റിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. 955 kHz എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ അപ്പോൾ ഈ ഒരു ഇക്വേഷൻ, അതായത് സ്ലീവ് റേറ്റിൻ്റെ ഒരു സൈനുസോയിഡൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉള്ള ആ ഒരു സ്ലീവ് റേറ്റ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് എഫ് എം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ സ്ലീവ് റേറ്റ് കണ്ടുപിടിക്കാനോ ഒക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയാണിത് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് നമ്മുടെ CMRR ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഇൻ എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ദ CMRR ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ യൂസിങ് ആൻ ഇൻക്രീസ്ഡ് ഓപ്ഷൻ എ എമിറ്റർ റെസിസ്റ്റൻസ്, കളക്ടർ റെസിസ്റ്റൻസ്, പവർ സപ്ലൈ വോൾട്ടേജ്, സോഴ്സ് റെസിസ്റ്റൻസ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനെ പറ്റി CMRR പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഓപ്പ് ആംപ് എന്ന് പറയുന്നത് തന്നെ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. 2 ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ടുള്ള ആ ഒരു സർക്യൂട്ടാണ്. അപ്പോൾ ആ ഒരു സർക്യൂട്ടിനകത്ത്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സർക്യൂട്ടിനകത്ത് നമുക്ക് CMRR എപ്പോഴും ഹൈ ആയിരിക്കണം, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ഹൈ ആയിരിക്കണം, കോമൺ മോഡ് ഗെയിൻ ലോ ആയിരിക്കണം. അപ്പോൾ ആ CMRR ഹൈ ആക്കാൻ, അല്ലെങ്കിൽ അതിനൊരു CMRRൻ്റെ വാല്യൂ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളൊരു എമിറ്റർ റെസിസ്റ്റൻസ് RE എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ ആ ഒരു എമിറ്റർ ടെയിലിൽ നമുക്ക് ആ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ എമിറ്റർ ടെയിലായിട്ട് നമ്മളൊരു എമിറ്റർ റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമുക്ക് CMRR ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ REയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പറയാം, ആസ് RE ഇൻക്രീസസ് നമുക്ക് പറയാം ദ സിമെട്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വിൽ ഇൻക്രീസ്. ആ സിമെട്രി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ CMRR കൂടുവാണ്. സിമെട്രി ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഇൻക്രീസസ്. അതിൻ്റെ സിമെട്രി, ആ ഒരു സിമെട്രിക്കൽ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ CMRRൻ്റെ വാല്യൂ നെറ്റായിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് REയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ദ സിമെട്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വിൽ ഇൻക്രീസ്. നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം ദ വാല്യൂ ഓഫ് AC കോമൺ മോഡ് ഗെയിൻ വിൽ ഡിക്രീസ് ആൻഡ് ദ വാല്യൂ ഓഫ് ഡിഫറൻഷ്യൽ ഗെയിൻ വിൽ ഇൻക്രീസ്. ഇതൊക്കെയാണ് ഈ REയുടെ ഇമ്പോർട്ടൻസ്. അതായത് CMRR ഇംപ്രൂവ് ചെയ്യുന്നതിൻ്റെ 2 റീസൺസ് ആണ്. അല്ലെങ്കിൽ CMRR ഇംപ്രൂവ് ചെയ്യുന്നതനുസരിച്ച് RE കൂടുന്നതനുസരിച്ച് CMRRൻ്റെ വാല്യൂ കൂടും. അതനുസരിച്ച് നമുക്ക് പറയാം ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ഇൻക്രീസ് ചെയ്യും, കോമൺ മോഡ് ഗെയിൻ വിൽ ഡിക്രീസ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. CMRR എങ്ങനെ ഇംപ്രൂവ് ചെയ്യാന്നുള്ളത് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ സ്ട്രക്ചറിനകത്ത് അതിൻ്റെ ടെയിൽ ലെൻഡിലുള്ള ആ ഒരു റെസിസ്റ്റൻസ് REയുടെ വാല്യൂ, അല്ലെങ്കിൽ ഒരു RE പ്രൊവൈഡ് ചെയ്താലും മതി, അത് ഇൻക്രീസ് ചെയ്താലും മതി. REയുടെ ആ ഒരു ടെയിലിൽ വരുന്ന RE എന്ന് പറയുന്ന വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CMRR ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ CMRR ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ദ ഡിഫറൻഷ്യൽ ഗെയിൻ ഓഫ് ആൻ ഓപ്പ് ആംപ് ഈസ് 4000. അപ്പോൾ ഇവിടെ ഡിഫറൻഷ്യൽ ഗെയിൻ തന്നിട്ടുണ്ട്. അതായത് നമുക്ക് പറയാം AD തന്നിട്ടുണ്ട് 4000. ദെൻ CMRR തന്നിട്ടുണ്ട് 150. അപ്പോൾ 2 വാല്യൂസ് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് 2 ഇൻപുട്ട് വോൾട്ടേജസ് തന്നിട്ടുണ്ട്, 200 മൈക്രോ വോൾട്ടും 160 മൈക്രോ വോൾട്ടും. അപ്പോൾ നമുക്ക് ഞാൻ V1 ആയിട്ട് എടുക്കുവാണ് 200 മൈക്രോ വോൾട്ട്, ദെൻ V2 ആയിട്ട് 160 മൈക്രോ വോൾട്ട്.
അപ്പോൾ നമുക്ക് V1 മൈനസ് V2 നമ്മുടെ VD ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ADയും ഉണ്ട് CMRRും ഉണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇറ്റ്സ് ഔട്ട്പുട്ട് വോൾട്ടേജ്, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ചോദിച്ചേക്കുന്നത്. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്? അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ ഒരു എക്സ്പ്രഷനകത്തോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ചില പാരാമീറ്റേഴ്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ എക്സ്പ്രഷൻ V0യുടെ എക്സ്പ്രഷൻ നിങ്ങളൊന്ന് എഴുതി നോക്കുക. നിങ്ങൾ പഠിച്ചിട്ടുള്ള എക്സ്പ്രഷൻ എന്താണ്? ദാറ്റ് ഈസ് AD ഇൻറ്റു VD, AD ഇൻറ്റു VD പ്ലസ് AC ഇൻറ്റു VC. ഇതാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഗെയിൻ ഇൻറ്റു ഡിഫറൻഷ്യൽ വോൾട്ടേജ് പ്ലസ് കോമൺ മോഡ് ഗെയിൻ ഇൻറ്റു കോമൺ മോഡ് വോൾട്ടേജ്. അപ്പോൾ നമുക്കിവിടെ VD കണ്ടുപിടിക്കാം, VC കണ്ടുപിടിക്കാം. അതിന് V1ഉം V2ഉം മതി. ദെൻ AD തന്നിട്ടുണ്ട്, പക്ഷേ AC ഇല്ല. സോ AC കണ്ടുപിടിക്കണം. വാട്ട് ഈസ് AC അല്ലേ? അപ്പോൾ CMRR എന്ന് പറയുന്നത് CMRR ഈക്വൽ ടു മോഡ് AD ബൈ AC ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് CMRRും ഉണ്ട് AD ഉണ്ട്. അപ്പോൾ AC കണ്ടുപിടിക്കാം. AC ഈസ് ഈക്വൽ ടു AD ബൈ CMRR ചെയ്താൽ മതി. AD ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 4000 ബൈ CMRR തന്നിട്ടുണ്ട് 150. സോ ഇത് കട്ട് ചെയ്ത് ACയുടെ വാല്യൂ കണ്ടുപിടിക്കുക. 26.6 എന്ന് കിട്ടും ACയുടെ വാല്യൂ. അപ്പോൾ നമുക്ക് AC ഉണ്ട്, AD ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ആയി. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ V1ഉം V2ഉം വെച്ചിട്ട് നമ്മൾ രണ്ട് പാരാമീറ്റേഴ്സോട് കണ്ടുപിടിക്കുവാണ്. V1 V2 തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് VD കണ്ടുപിടിക്കാം. V1 മൈനസ് V2 ആണ്. V1 മൈനസ് V2 200 മൈനസ് 160 ദാറ്റ് ഈസ് 40 മൈക്രോവോൾട്ട്. ദെൻ അതേപോലെ തന്നെ നമുക്ക് VC കണ്ടുപിടിക്കാം. VC എന്ന് പറയുന്നത് V1 പ്ലസ് V2 ബൈ 2 ആണ്. അപ്പോൾ V1 200 ദെൻ VC 160. സോ 360 ബൈ 2 എന്ന് പറയുമ്പോൾ 180 മൈക്രോവോൾട്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. അപ്പോൾ നമുക്ക് VD ഉണ്ട്, VC ഉണ്ട്, അതേപോലെ തന്നെ AD ഉണ്ട്, AC ഉണ്ട്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ADയുടെ വാല്യൂ 4000 ഇൻറ്റു VDയുടെ വാല്യൂ ഇവിടെ 400 മൈക്രോവോൾട്ട് ആണ്. 40 മൈക്രോവോൾട്ട്. VDയുടെ വാല്യൂ 40 മൈക്രോവോൾട്ട്. അപ്പോൾ ഞാനവിടെ 40 മൈക്രോവോൾട്ട് പ്ലസ് AC 26.6 ആണ്. ദെൻ VCയുടെ വാല്യൂ നമുക്ക് 180 മൈക്രോവോൾട്ടും ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുക. മൈക്രോവോൾട്ടിനെ നമുക്ക് മില്ലി വോൾട്ടിലോ, ഇവിടെ നമുക്ക് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന എല്ലാം മില്ലി വോൾട്ടിലാണ്. സോ മില്ലി വോൾട്ടിൽ എക്സ്പ്രസ് ചെയ്യാം. മൈക്രോവോൾട്ട് എന്ന് പറഞ്ഞാൽ 10⁻⁶ ആണ്. ലാസ്റ്റ് ചെയ്തിട്ട് മില്ലി വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ ആൻസർ ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 164.8 മില്ലി വോൾട്ട് ആണ്. അപ്പോൾ മൈക്രോയെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ 10⁻⁶ ചെയ്ത് വോൾട്ടിൽ നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് മില്ലിയിലോട്ട് കൺവേർട്ട് ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ഞാൻ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞിരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു V0യുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് CMRRൻ്റെയും സ്ലീവ് റേറ്റിൻ്റെയൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് വരും. അതേപോലെ തിയറി ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു സ്ലീവ് റേറ്റിൻ്റെ ഐഡിയൽ വാല്യൂ, അല്ലെങ്കിൽ CMRRൻ്റെ ഐഡിയൽ വാല്യൂ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാക്ടിക്കൽ വാല്യൂ, അല്ലെങ്കിൽ CMRR കൂടുമ്പോൾ അല്ലെങ്കിൽ ADയുടെ വാല്യൂ എങ്ങനെ ആയിരിക്കും, ACയുടെ വാല്യൂ എങ്ങനെ ആയിരിക്കും, അങ്ങനെയുള്ള റിലേഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പ്രോബ്ലമായിട്ട് ചോദിക്കുമ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഇന്നത്തെ MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മുടെ എക്സാം ഡേറ്റുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ PWയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ ആയാലും നമ്മുടെ പോളി ലെക്ചറിൻ്റെ ആയാലും നമുക്ക് ഇനിയുള്ള ആ വളരെ ചുരുങ്ങിയ ഡേയ്സ് കൊണ്ട് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതായത് കൂടുതൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അത് പ്രോബ്ലംസ് ആയാലും അതല്ല തിയറി ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇനി ആ ഒരു ടൈം പീരീഡിൽ
നമുക്ക് എത്രമാത്രം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുന്നു അതിനനുസരിച്ചേ നിങ്ങൾക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമി ഒരു ടെസ്റ്റ് സീരീസ്, പോളി ലെക്ചർ ഇലക്ട്രോണിക്സിൻ്റെ ഒരു ടെസ്റ്റ് സീരീസ് ഇപ്പോൾ റണ്ണിങ്ങിലാണ്. അപ്പോൾ അതിന് ഇവിടെ നമുക്ക് 4200 പരം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെസ്റ്റ് സീരീസിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു 90 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോളി ലെക്ചർ ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ് റണ്ണിങ്ങിലാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താലും മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.